രാവിലെ തന്നെ ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മാംഗോ ഷേക്കും കുടിച്ചിട്ട് മാക്രോണി പാസ്ത ഉണ്ടാക്കി ടിഫിനാക്കി ജോലി സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കുടിച്ചു. കൂടെ ഒരു കോഫിയും കുടിച്ചു. നമുക്ക് 9 മണിക്ക് ഷിഫ്റ്റിന് കയറണം. അങ്ങനെ ഷിഫ്റ്റിന് കയറിയിട്ട് ഇറങ്ങാൻ നേരം ആയപ്പോഴേക്കും ജാമിൻ്റെ ഒരു ഡോണട്ടും കഴിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലോട്ട്. പോയ ഉടനെ തന്നെ ബസ് കിട്ടി, ആരും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി സ്റ്റേഷനിലെത്തി. വീട്ടിൽ നിന്ന് അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ചെന്ന ഉടനെ തന്നെ ചോറ് കഴിച്ചു. എന്നിട്ട് കുളിച്ചിട്ട് ഒരു ഉറക്കം ഉറങ്ങി. കാരണം നമുക്ക് അടുത്ത ഷിഫ്റ്റിന് പോകണം. അങ്ങനെ അപ്പോഴേക്കും കണ്ണൻ ചേച്ചിയും കൂടെ ആയിട്ട് പിസ്സയും ഡോണറും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിസ്സ നൈസായിരുന്നു കേട്ടോ. പക്ഷേ ഈ സംഭവം എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഷവർമേൻ്റെ ഡൂപ്പാണ്, പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഡ്രസ്സ് മാറി നെക്സ്റ്റ് ഷിഫ്റ്റിന് കയറി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ചായ ഓടിച്ചു. നമുക്ക് 7 to 7 ആയിട്ടുള്ള ഒരു ഷിഫ്റ്റാണ്. നൈറ്റ് 7 to മോർണിംഗ് 7 വരെ. അങ്ങനെ ഇടയ്ക്ക് 2 മണിക്ക് ഒരു കോഫി കുടിച്ചു. അങ്ങനെ 6 മണി വരെ അങ്ങനെ ഇരുന്നു. പിന്നെ 6 മണി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ, കാരണം ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ. അങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ ടാക്സി പിടിച്ച് വീട്ടിലോട്ട് വന്ന ഉടനെ തന്നെ പാല് അടുപ്പത്തേക്ക് വെച്ച് ഓട്സും കൂടെ ഇട്ട് അതൊന്ന് തിളപ്പിച്ച് വെച്ചു. കാരണം നമുക്ക് നെക്സ്റ്റ് ഷിഫ്റ്റിന് പോകണം ഗൈസ്. അങ്ങനെ അവരെ വിളിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഓട്സ് കാച്ചിട്ട്. അപ്പോഴേക്കും അവർ വന്നിട്ട് ഇഡ്ഡലിയും ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിച്ച് നേരെ നെക്സ്റ്റ് ടാക്സിയിൽ കയറി ഷിഫ്റ്റിന് പോവുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും നല്ല സുഖകരമായ ഷിഫ്റ്റാണെന്ന്. പക്ഷേ തീർന്നില്ല ഗൈസ്, ഇഷ്ടപ്പാടാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ 9 മണിക്ക് വീണ്ടും ഷിഫ്റ്റിന് കയറണം. എന്നിട്ട് നമ്മൾ തിരിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോവുകയാണ്. കാരണം നമുക്ക് ഉറങ്ങാം.